ഇന്ത്യ നിലപാട് കടുപ്പിച്ചതോടെ മറുപടിയുമായി പാകിസ്ഥാനും. ഷിംല കരാർ മരവിപ്പിക്കുന്നതും ഇന്ത്യൻ വിമാനങ്ങൾക്ക് മുന്നിൽ വ്യോമപാത അടയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളാണ് പാകിസ്ഥാന്റേത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് യുദ്ധസമാന സാഹചര്യമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗം വിലയിരുത്തി. ഇന്ത്യക്കെതിരെ നടപടികൾ പ്രഖ്യാപിച്ച് മുഖം രക്ഷിക്കാനാണ് നയതന്ത്ര ലോകത്തൊറ്റപ്പെടുന്ന പാകിസ്ഥാന്റെ നീക്കം. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പാക് ദേശീയ സുരക്ഷാ സമിതി യോഗത്തിലാണ് ഇന്ത്യക്കെതിരെയുള്ള നടപടികൾ പ്രഖ്യാപിച്ചത്. ഷിംല കരാർ മരവിപ്പിക്കും, വാഗ അതിർത്തി അടയ്ക്കും, ഇന്ത്യൻ വിമാനങ്ങൾക്ക് മുന്നിൽ പാക് വ്യോമ മേഖല അടയ്ക്കും, ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാരങ്ങളും അവസാനിപ്പിച്ചു, 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്കാർ പാകിസ്ഥാൻ വിടണം, ഇസ്ലാമാബാദിലെ ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം 30 കുറയ്ക്കും. ഇവയാണ് പ്രധാന തീരുമാനങ്ങൾ. പാകിസ്ഥാനിലെ 24 കോടി ജനത്തെ ബാധിക്കുന്ന സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് യുദ്ധസമാനമെന്നാണ് പാക് വിലയിരുത്തൽ. ഇന്ത്യൻ നീക്കങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നാണ് പാകിസ്ഥാന്റെ പ്രഖ്യാപനം. മിസൈൽ പരീക്ഷണത്തിനും സൈനിക അഭ്യാസത്തിനും പാകിസ്ഥാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ദില്ലിയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.